വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഒരു സോങ് ആണ്. ലെറ്റ് ഇറ്റ് ഗോയുടെ മീനിങ് എന്താണ്? അതിനെ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഫ്രോസൺ മൂവിയിലെ ക്യാരക്ടറായിട്ടുള്ള എൽസയെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഫ്രോസൺ മൂവിയിലെ എൽസ എന്ന് പറയുമ്പോൾ ആ ഒരു ഫിലിം സെറ്റ് ചെയ്തേക്കുന്നത് എറിൻഡൽ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്, ഒരു കിങ്ഡമാണ്. ആ ഒരു കിങ്ഡത്തിലെ പ്രിൻസസ്സാണ് എൽസ എന്ന് പറയുന്നത്. ആ എൽസയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സോങ്ങിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഈ എൽസ അവിടുത്തെ പ്രിൻസസ്സാണ്. എൽസയ്ക്ക് കുഞ്ഞുനാളിലെ തന്നെ ഒരു പവർ ഉണ്ടായിരുന്നു. അതായത് അവൾക്ക് സ്നോ ക്രിയേറ്റ് ചെയ്യാനും ഐസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു പവർ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവളെ അതിൽ നിന്ന് തടയുന്നുണ്ട്. കാരണം അത് വലിയ ഒരു ആപത്തിലേക്ക് പോകുന്നവരറിയുന്നതുകൊണ്ട് തന്നെ എറിൻഡലിലെ പ്രിൻസും പ്രിൻസസും എന്ത് ചെയ്യുന്നില്ല. അതായത് എൽസയുടെയും അന്നയുടെയും അമ്മയും അച്ഛനും ആ കുട്ടിയെ ആ ഒരു പവർ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, അവൾ പോലും അറിയാണ്ട് അവളുടെ ഉള്ളിൽ നിന്ന് ആ പവർ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ യൂസ് ചെയ്യുന്നു. ആ ഒരു കിങ്ഡം മുഴുവനായിട്ടും ഐസായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു ഫിലിമിൽ ഒന്നടങ്കമായിട്ട് കാണിക്കുന്നത്. ഈ ഒരു ഫിലിമിൻ്റെ ആ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി പറഞ്ഞത്. അപ്പം നമുക്ക് ഈ പഠിക്കാൻ പോകുന്ന പോയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോങ്. എൽസയാണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവൾക്ക് എന്താണ്, ആൾക്കാരുടെ മുന്നിലൊക്കെ അപ്പിയർ ചെയ്യാനൊക്കെ ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പോയം. അപ്പോൾ ഈ സോങ് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റൻ ആൻഡേഴ്സൺ ലോപ്പസ്, റോബർട്ട് ലോപ്പസ്, ഇഡിന കിം മെൻസൽ, ഇത്രയും പേര് ചേർന്നാണ് ഈ ഒരു സോങ് എഴുതിയിരിക്കുന്നത്. The snow glows white on the mountain tonight, not a footprint to be seen, a kingdom of isolation. And it looks like I am the queen. The wind is howling like this swirling storm inside. Couldn't keep it in. Heavens no, I tried. എന്താ പറയുന്നത്? ഇന്നത്തെ രാത്രി, ടുനൈറ്റ്, അതായത് ഇന്ന് രാത്രി ഈ മൗണ്ടെയിൻ എന്ത് ചെയ്യാൻ പോവാണ്? വൈറ്റ് സ്നോ എന്ന് പറയുമ്പോൾ തന്നെ മഞ്ഞ, എന്താണ്, നമ്മുടെ വൈറ്റ് കളറാണ്. ആ വൈറ്റ് കളർ സ്നോ കൊണ്ട് ഈ ഒരു മൗണ്ടെയിൻ കംപ്ലീറ്റ് ആയിട്ട് മൂടാൻ പോവുകയാണ്. ആ ഒരു വൈറ്റിൽ ആ ഒരു മൗണ്ടെയിൻ നിന്ന് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. നോട്ട് എ ഫുട് പ്രിൻറ്റ് ടു ബി സീൻ. അപ്പോൾ ആ ഒരു മൗണ്ടെയിനിലായിട്ട് ഇപ്പോൾ ആരുടെയും തന്നെ കാൽപ്പാടുകളൊന്നും തന്നെ ഇല്ല, ആരും തന്നെ ഇല്ല. അവിടെ ആര് മാത്രമേ ഉള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അപ്പോൾ എൽസ മാത്രമേ ഉള്ളൂ. അത് അവളുടെ ആ ഒരു ഐസൊലേഷനെയാണ് കാണിക്കുന്നത്. ആരും കൂട്ടിനില്ല എന്നുള്ള ഒരു ഐസൊലേഷനാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എ കിങ്ഡം ഓഫ് ഐസൊലേഷൻ. അപ്പോൾ ആരും തന്നെ ഇല്ലാത്ത ആ ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു രാജ്യം പോലെയാണ് അവൾക്ക് തോന്നിയത്. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്സ് ഐ ആം ദി ക്യൂൻ. അപ്പം ആരുമില്ലാത്ത ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന, ആ മഞ്ഞുമൂടി കിടക്കുന്ന ആ ഒരു മൗണ്ടെയിൻ കാണുമ്പോഴത്തേക്ക് അവൾക്ക് തോന്നുന്നത് എന്താണ്? ആ ഒരു രാജ്യത്തിലെ ക്യൂനാണ് താൻ. ഈ ഒരു മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന ആ ഒരു മൗണ്ടെയിനിലെ ക്യൂനാണ് താനെന്ന് ആർക്ക് തോന്നുന്നു? എൽസയ്ക്ക് തോന്നുന്നു. ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്സ് ഐ ആം ദി ക്യൂൻ. ദ വിൻഡ് ഈസ് ഹൗളിങ് ലൈക്ക് ദി സ്വേർലിംഗ് സ്റ്റോം ഇൻസൈഡ്. അതായത് അവളുടെ ഉള്ളിൽ എന്താണ്, ഒരു കൊടുങ്കാറ്റ് വീശുകയാണ്. അവളുടെ ഉള്ളിൽ, അവളുടെ മനസ്സിലായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൊടുങ്കാറ്റ്, അവളുടെ ഉള്ളിലുള്ള കൊടുങ്കാറ്റ് എങ്ങനെയാണോ സ്വേൾ ചെയ്യുന്നത്, അലയടിക്കുന്നത്, അതുപോലെ അവിടെയുള്ള വിൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അലറുകയാണ്. അവൾക്ക് ചുറ്റുമുള്ള വിൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അലമുറ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീശുകയാണ്. couldn't keep it in. എന്താണ്, അവളുടെ ഉള്ളിലുള്ള ഇമോഷനെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഹെവൻസ് നോ ഐ ട്രൈഡ്. പക്ഷെ എന്താണ്, സ്വർഗരാജ്യങ്ങൾക്കറിയാം, ആകാശത്തിനറിയാം, ഹെവൻസിനറിയാം അവൾ എത്രത്തോളമാണ് ശ്രമിച്ചത്. അവളുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എത്രത്തോളം ശ്രമിച്ചു എന്നുള്ളത് ആർക്കറിയാം? അവിടെയുള്ള ഹെവൻസിനറിയാം, സ്വർഗരാജ്യങ്ങൾക്ക് എന്താണ് അറിയാം എന്നുള്ളതാണ്. ഇത്രയുമാണ് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രീ കോറസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാട്ട് തന്നെ കേൾക്കുന്ന സമയത്ത് ആ പാട്ട് ഒരാൾ പാടുന്നു, ഇപ്പോൾ ചിത്രചേച്ചി പാടുന്നു. ആ പാട്ടിനിടയിൽ വേറെ എന്തെങ്കിലും ഒരു സർട്ടൈൻ പൊസിഷൻ എത്തുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഒരു ട്യൂണോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ അതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു, പാടുന്ന പോലെ ഇങ്ങനെ കേൾപ്പിക്കും. ഏതെങ്കിലുമൊക്കെ പാട്ടിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ കോറസ് എന്നും പ്രീ കോറസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോങ്ങിലെ പ്രീ കോറസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. Don't let them in, don't let them see, be the good girl you always have to be. Conceal, don't feel, don't let them know, well now they know. എന്താണ്, അവരെ
അകത്തേക്ക് കയറ്റി വിടരുത്. ഡോണ്ട് ലെറ്റ് ദം ഇൻ. ഡോണ്ട് ലെറ്റ് ദം സീ. അവരെ കാണാൻ അനുവദിക്കരുത്. ഇവിടെ അവരെ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൊസൈറ്റിയെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പാർട്ടി പറഞ്ഞു. ഒരു പോയിൻ്റ് ഓഫ് ലൈഫിൽ അവൾ എന്ത് ചെയ്യാണ്, ഈ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനിൽ നിന്നൊക്കെ, സൊസൈറ്റിയുടെ ആ ഒരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ അവർ ഇമ്പോസ് ചെയ്തിട്ടുള്ള ആ ലോയിൽ നിന്നൊക്കെ പൊട്ടിച്ച് അവൾ അവളുടേതായിട്ടുള്ളൊരു ജീവിതം എന്ത് ചെയ്യാണ്, നയിക്കുകയാണെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടി പറഞ്ഞു. അപ്പോൾ ആ സൊസൈറ്റിയോട് കോറസ് പറയാണ് എന്താണ്, അവരെ എന്ത് ചെയ്യാൻ അനുവദിക്കരുത്, അകത്തേക്ക് കയറ്റി വിടരുത്, അല്ലെങ്കിൽ അവരെ നിന്നെ കാണാനായിട്ട് അനുവദിക്കരുത്. അവർക്കൊക്കെ എന്താണ് വേണ്ടത്, ബി ദ ഗുഡ് ഗേൾ യു ഓൾവേസ് ഹാവ് ടു ബി. അവർ നിനക്ക് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ള, നീ നല്ല കുട്ടിയായിരിക്കണം, നീ നല്ല പെൺകുട്ടിയായിരിക്കണം, എപ്പോഴും നീ നല്ല കുട്ടിയായിരിക്കണം. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. കൺസീൽ, ഡോണ്ട് ഫീൽ, ഡോണ്ട് ലെറ്റ് ദം നോ, വെൽ നൗ ദേ നോ. കൺസീൽ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറക്കുക. ഡോണ്ട് ഫീൽ, വിഷമിക്കാൻ പാടില്ല. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് ആരെ അറിയിക്കാൻ പാടില്ല. ഡോണ്ട് ലെറ്റ് ദം നോ, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ആരെ അറിയിക്കാതെ നമ്മൾ എന്ത് ചെയ്തേക്കണം, നമ്മളതിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കണം. പക്ഷേ ഇപ്പോൾ വെൽ നൗ ദേ നോ, ഇപ്പോഴെന്താണ് അവർക്ക് അറിയാം, അവൾ ഇപ്പോൾ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷനിൽ നിന്നൊക്കെ മാറി അവൾ സ്വന്തമായിട്ട് അവളുടേതായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ പോവുകയാണെന്നുള്ളത് ഇപ്പോൾ സൊസൈറ്റിക്ക് അറിയാം. പക്ഷേ മുമ്പ് അവർ പറഞ്ഞു തന്നിരുന്നത് നീ നല്ല കുട്ടിയായിരിക്കണം, നീ എല്ലാം മറക്കാനും ക്ഷമിക്കാനും, നിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, നിൻ്റെ ഇമോഷൻസ് നീ എപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചേക്കണം, നിന്നെപ്പറ്റി ആരെയും അറിയാൻ അനുവദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസ് അവൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവൾ എന്ത് ചെയ്തു, ഇപ്പോൾ അവൾ അതിൽ നിന്നൊക്കെ മാറി എന്നുള്ളതാണ് അവിടെ പ്രീ കോറസ് പറയുന്നത്. Let it go, can't hold it back anymore. Let it go, turn away and slam the door. I don't care what they are going to say, let the storm rage on. The cold never bothered me anyway. എന്താ പറയുന്നത്, ലെറ്റ് ഇറ്റ് ഗോ, അതിനെ പോകാൻ അനുവദിക്കുക. അതായത് ഈ സമൂഹത്തിൻ്റെ ഈ വാക്കുകൾ അതൊന്നും തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, കേൾക്കാൻ പോകുന്നില്ല. അതൊക്കെ എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് പറയുകയാണ്. അതൊക്കെ പൊക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. കാൺ ഹോൾഡ് ഇറ്റ് ബാക്ക് എനിമോർ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ പവേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ എമോഷൻസിനെ ഒന്നും തന്നെ ഇങ്ങനെ അടക്കി പിടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അതിന് പറ്റത്തില്ല. ലെറ്റ് ഇറ്റ് ഗോ, അതിനെ പോകാനായി അനുവദിക്കുക. ടേൺ അവേ ആൻഡ് സ്ലാം ദ ഡോർ. ഓക്കെ, എന്ത് ചെയ്യുക, ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് തിരിയുക. ടേൺ അവേ, ഒന്ന് പിന്തിരിഞ്ഞതിന് ശേഷം സ്ലാം ദ ഡോർ. സ്ലാം എന്ന് വെച്ചാൽ ഷട്ട് ചെയ്യുക, ഡോർ അങ്ങ് കൊട്ടി അടയ്ക്കുക. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ ആർ ഗോയിങ് ടു സേ. ആൾക്കാർ എന്ത് പറയും, എന്നെപ്പറ്റി എന്ത് പറയുമെന്നുള്ളത് എനിക്കിപ്പോൾ എന്തില്ല, ഞാനതിനെ കെയർ ചെയ്യുന്നില്ല, എനിക്കതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റോം, ആ സൊസൈറ്റിയിലുള്ള ആ ഒരു സ്റ്റോം, അല്ലെങ്കിൽ അവരുടെ ആൾക്കാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ ഒരു ദേഷ്യമൊക്കെ എന്ത് ചെയ്തോട്ടെ, ഇവിടെ അലയടിച്ചോട്ടെ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. അപ്പോൾ അവരുടെ ആ ഒരു കൊടുങ്കാറ്റിൻ്റെ, അവരുടെ ആ ഒരു ദേഷ്യത്തിൻ്റെ ഒരു കണിക പോലും, ആ ഒരു സ്റ്റോമിൻ്റെ ഒരു കോൾഡ് പോലും എന്നെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ശല്യപ്പെടുത്താൻ, ബോതർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇറ്റ്സ് ഫണ്ണി ഹൗ സം ഡിസ്റ്റൻസ് മേക്ക് എവറിത്തിങ് സീം സ്മോൾ ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾ മീ കാൺ ഗെറ്റ് ടു മീ അറ്റ് ഓൾ. എന്താ പറയുന്നത്, ഇറ്റ്സ് ഫണ്ണി, ഇപ്പോൾ അവൾക്ക് വളരെ എന്തായിട്ട് തോന്നുന്നു, ഒരു തമാശയായിട്ട് തോന്നുകയാണ്. ഹൗ സം ഡിസ്റ്റൻസ് മേക്ക് എവറിത്തിങ് സീം സ്മോൾ. അതായത് മുമ്പ് അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേ പ്രശ്നങ്ങൾ, അന്ന് അവൾക്കത് വളരെ വലിയ കാര്യമായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ആ പ്രശ്നങ്ങളേക്ക് ഒന്ന് അവൾ അടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളേക്ക് ഇപ്പോൾ ഒന്ന് അവൾ ദൂരെ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു, അതൊക്കെ ഒരു തമാശ പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ആൻഡ് ദ ഫിയേഴ്സ് ദാറ്റ് വൺസ് കൺട്രോൾഡ് മീ കാൺ ഗെറ്റ് ടു മീ അറ്റ് ആൾ. മുമ്പ് എന്നെ ഭയപ്പെടുത്തിയിരുന്ന എൻ്റെ പേടികൾ, എന്നെ കൺട്രോൾ ചെയ്തിരുന്ന എൻ്റെ പേടികളൊന്നും തന്നെ ഇനി ഒരിക്കലും എന്നെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, എന്നെ തളർത്താനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ആ പേടികൾക്കൊന്നും തന്നെ എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഇവിടെ എന്താണ് കാണിക്കുന്നത്, ഇവളുടെ ആ ഒരു ഐസി പവേഴ്സ് ഉപയോഗിക്കാനായിട്ട് ഇവൾക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. സൊസൈറ്റി എന്ത് പറയും എന്നൊക്കെയുള്ള ആ ഒരു പേടിയായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. ആ പേടിയിൽ നിന്നൊക്കെ അവൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്നൊക്കെ ആ ഒരു അതിൽ അവൾ റിയലൈസ് ചെയ്യാണ് അവളുടെ പേടിയും അവളുടെ വെറീസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, ഒരിക്കലും അവളെ ഇനി അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നില്ല.
പോകുന്നില്ല. ബിക്കോസ് ഷീ ഈസ് ഗോയിങ് ടു ലീവ് എ ലൈഫ് ആസ് ഹർ ഓൺ വിഷൽ. അവളുടെ ആഗ്രഹത്തിന്, അവളുടെ ഇഷ്ടത്തിന്, അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് അവളുടെ താല്പര്യം എന്താണോ അതുപോലൊരു ജീവിതത്തിലേക്കാണ് അവൾ എന്ത് ചെയ്യാൻ പോകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ തന്നെ കൺട്രോൾ ചെയ്തിരുന്ന ഭയങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പോകുന്നില്ല. ഇനി തന്നെ ജസ്റ്റ് ഒന്ന് തൊടാൻ പോലും ആ ഒരു പേടികൾക്കും പറ്റില്ല എന്നുള്ളതാണ് അവൾ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇറ്റ്സ് ടൈം ടു സീ വാട്ട് ക്യാൻ ഐ ഡു ടു ടെസ്റ്റ് ദ ലിമിറ്റ്സ് ആൻഡ് ബ്രേക്ക് ത്രൂ. നോ റൈറ്റ്, നോ റോങ്, നോ റൂൾസ് ഫോർ മീ, ഐ ആം ഫ്രീ. ഞാൻ ഇനി സ്വയം എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ എന്നെ തന്നെ പരീക്ഷിക്കാൻ പോവാണ്, ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. വാട്ട് ക്യാൻ ഐ ഡു, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ടു ടെസ്റ്റ് ദ ലിമിറ്റ്സ് ആൻഡ് ബ്രേക്ക് ത്രൂ, എനിക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത്, എനിക്ക് എന്തിലൂടെയൊക്കെ കടന്നു പോകാം, എൻ്റെ നല്ല ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ്, എൻ്റെ നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ്. നോ റൈറ്റ്, നോ റോങ്, നോ റൂൾസ് ഫോർ മീ. എനിക്ക് ശരികളില്ല, എനിക്ക് തെറ്റുകളില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചതായിട്ടൊരു നിയമങ്ങളില്ല. കാരണം ഐ ആം ഫ്രീ. ഞാനിപ്പോൾ വളരെ ഫ്രീ ആണ്. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഞാൻ ആഘോഷിക്കുന്നത്. എനിക്കിപ്പോൾ ആരും ഒരു സൊസൈറ്റി പറയുന്ന നിയമത്തിലല്ല ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആര് പറയുന്ന ഒരു നിയമത്തിലല്ല ഞാൻ ജീവിക്കുന്നത്, അവർ പറയുന്ന ശരികളിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള ശരികളിലൂടെയും എൻ്റേതായിട്ടുള്ള തെറ്റുകളിലൂടെയും എൻ്റേതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സിലൂടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. കാരണം ഐ ആം ആൻ ഇൻഡിപെൻഡൻറ്റ് വുമൺ നൗ, അല്ലേ? ഞാനിപ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു വുമണാണ്, ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ലേഡിയാണെന്നൊക്കെയാണ് അവൾ സ്വയം പറയുന്നത്. Let it go, let it go. I am one with the wind and the sky. Let it go, let it go. You will never see me cry. Here I stand and here I stay. Let the storm rage on. അതിനെ പോകാൻ അനുവദിക്കുക. ഐ ആം വൺ വിത്ത് വിൻഡ് ആൻഡ് സ്കൈ. നമ്മൾ പറയില്ലേ, എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണെന്ന്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആരടുത്തും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? മുകളിലൊരു ആകാശവും താഴെ ഒരു ഭൂമിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വിച്ച് ഇൻഡിക്കേറ്റ്, സ്കൈ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫ്രീഡത്തിനാണ് കേട്ടോ. ഞാനൊരു ഫ്രീഡത്തിലാണ് ജീവിക്കുന്നത്. ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. അതിനെ പോകാൻ അനുവദിക്കുക. യു വിൽ നെവർ സീ മീ ക്രൈ. നിങ്ങൾ ആരും തന്നെ ഞാൻ ഇനി കരയുന്നത് കാണാനായിട്ട് പോകുന്നില്ല. ഹിയർ ഐ സ്റ്റാൻഡ് ആൻഡ് ഹിയർ ഐ സ്റ്റേ. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ എണീറ്റ് നിൽക്കുകയും ചെയ്യും, ഞാൻ ഇവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ലെറ്റ് ദി സ്റ്റോം റേജ് ഓൺ. ആൾക്കാർക്ക് എന്തെങ്കിലും, സൊസൈറ്റിക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ്, ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ അടുത്തുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സൊസൈറ്റിയൽ ആങ്കർ എന്തിൽ അടിച്ചോട്ടെ, ആ ഒരു സ്റ്റോം, അവരുടെ ഒരു സൊസൈറ്റിയൽ ആങ്കർ ആയിട്ടുള്ള ആ ഒരു കൊടുങ്കാറ്റ് വളരെ ഇൻറ്റൻസിറ്റിയിൽ ഇവിടെ വീശിക്കോട്ടെ. പക്ഷെ അതൊന്നും തന്നെ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം ഞാൻ മുകളിൽ ആകാശവും താഴെ ഭൂമിയെന്നും പറഞ്ഞ് ജീവിക്കുന്ന, വളരെ അധികം ഫ്രീഡം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നാണ് അവൾ പറയുന്നത്. My power flurries through the air into the ground. My soul is spiraling in frozen fractals all around. And one thought crystallizes like an icy blast. I am never going back. The past is the past. My പവർ, അതായത് എൻ്റെ ശക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്നിൽ നിന്ന് അത് കറങ്ങുകയാണ്. ആ ഒരു എയറിലൂടെ എൻ്റെ ശക്തി എന്നിൽ നിന്ന് കറങ്ങി എയറിലൂടെ അത് കറങ്ങി ഇപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞു? ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. മൈ സോൾ ഈസ് സ്പൈറലിംഗ് ഇൻ ദി ഫ്രോസൺ ഫ്രാക്റ്റൈൽസ് ഓൾ അറൗണ്ട്. ഈ തണുത്തുറഞ്ഞ് കിടക്കുന്ന, ഈ ഫ്രോസൺ ഷേപ്പായിട്ട് കിടക്കുന്ന ഈ ഓരോ ഭാഗത്തും എൻ്റെ സോൾ, എൻ്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്പൈറൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ആഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞാൻ അവിടെ മൊത്തത്തിൽ ഇങ്ങനെ പാറി പറന്നാണ് എൻ്റെ ആത്മാവ് നടക്കുന്നത്. ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് ആൻ ഐസി ബ്ലാസ്റ്റ്. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത എന്ത് ചെയ്തു? ഒരു ക്രിസ്റ്റലൈസ് ചെയ്തു. ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഐസി ബ്ലാസ്റ്റ് പോലെ, ഒരു കട്ട ഐസ് എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു ചിന്ത എൻ്റെ മൈൻഡിൽ ഉറച്ചു നിൽപ്പുണ്ട്. എന്താണ് ആ തീരുമാനം? ഐ ആം നെവർ ഗോയിങ് ബാക്ക്. ദ പാസ്റ്റ് ഈസ് ഇൻ ദി പാസ്റ്റ്. ഞാൻ ഒരിക്കലും ഇനി എൻ്റെ പഴയ കാലത്തിലേക്ക് പോവത്തില്ല. പഴശ്ശി ഇനി ഒരിക്കലും പഴയ കാലത്തിലേക്ക് പോവില്ല എന്ന് പറയുന്ന പോലെ ഞാനിനി ഒരിക്കലും പഴയ കാലത്തിലേക്ക് പോവില്ല. കാരണം
പാസ്റ്റ് ഈസ് പാസ്റ്റ്, എന്താണ്, കഴിഞ്ഞുപോയ കാലം എന്ന് പറയുന്നത് കഴിഞ്ഞതാണ്. ഇനിയുള്ള മൊമെൻറ്റിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ജീവിക്കാനായിട്ട് പോകുന്നത്. ഞാനിനി ഒരിക്കലും തിരിച്ചു പോകില്ല എന്നെടുത്ത തീരുമാനം, ഒരു ഐസ് കട്ട എങ്ങനെയാണോ ആ ഒരു ഐസി ബ്ലാസ്റ്റ് പോലെ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ച ഒരു തീരുമാനമാണ്. ഞാനിനി ഒരിക്കലും തന്നെ തിരിച്ചെൻ്റെ പാസ്റ്റിലേക്ക് പോവില്ല. തിരിച്ച് ഞാൻ എൻ്റെ സൊസൈറ്റി പറയുന്നത് കേട്ടുള്ള ജീവിതം നയിക്കില്ല. ഞാൻ ഫ്രീഡം അനുഭവിക്കുന്ന എൻ്റേതായിട്ടുള്ളൊരു ജീവിതമായിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ജീവിക്കാനായിട്ട് പോകുന്നത്. Let it go, and I will rise like the break of the dawn. Let it go, that perfect girl is gone. Here I stand in the light of the day, let the storm rage on. The cold never bothered me anyway. അതിനെ പോകാൻ അനുവദിക്കുക. And I will rise like the break of dawn. ഒരു പ്രഭാതം എങ്ങനെയാണോ പൊട്ടിപ്പിളർന്ന് വരുന്നത്, അതുപോലെ ഞാനും എന്ത് ചെയ്യാൻ പോവാണ്, ഞാനും ഉയർന്നു വരാനായിട്ട് പോവുകയാണ്. പുതിയൊരു ഞാൻ എന്ത് ചെയ്യാണ്, പ്രഭാതത്തോടൊപ്പം എങ്ങനെയാണോ ഒരു പ്രഭാതം പൊട്ടിപ്പുറപ്പെട്ട് വരുന്നത്, അതുപോലെ ഞാനും പുതിയൊരു ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, റൈസ് ചെയ്യാൻ പോവാണ്, ഉയർന്നു വരാൻ പോവാണ്. ലെറ്റ് ഇറ്റ് ഗോ, അതിനെ പോകാൻ അനുവദിക്കുക. ദാറ്റ് പെർഫെക്റ്റ് ഗേൾ ഈസ് ഗോൺ. പണ്ട് നമ്മളൊക്കെ പറയില്ലേ, നല്ല പിള്ള അല്ലെങ്കിൽ എന്താണ്, നല്ല പെൺകുട്ടി എന്നുള്ള ആ ഒരു ഗേൾ, പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗേൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അവൾ പോയി കഴിഞ്ഞു. അങ്ങനെ ഒരാളിപ്പോൾ ഇവിടെ ഇല്ല. ഹിയർ ഐ സ്റ്റാൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡേ. ഞാനിപ്പം നിൽക്കുന്നത് ഒരു ദിവസത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഞാൻ ജീവിക്കുന്നത് എൻ്റേതായിട്ടുള്ള തീരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ലെറ്റ് ദ സ്റ്റോം റേജ് ഓൺ. അപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുങ്കാറ്റ്, അതായത് ലെറ്റ് ദ സ്റ്റോം മീൻസ് ആൾക്കാരുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തോട്ടെ, അത് പറഞ്ഞു തീർത്തോട്ടെ, അല്ലെങ്കിൽ അവരത് എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചോട്ടെ, അല്ലെങ്കിൽ അവരത് എന്നെ വഴക്ക് പറഞ്ഞോട്ടെ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ. ദ കോൾഡ് നെവർ ബോതേർഡ് മീ എനിവേ. അവർ പറയുന്ന ആ ഒരു കൊടുങ്കാറ്റ്, ആക്ട് ചെയ്യുന്ന ആ ഒരു വയലൻസിലൊന്നും തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തണുപ്പ് എന്നിലേക്ക് അടിച്ചാൽ കൂടി ഞാനൊന്നും തന്നെ അതിനെ ബോതർ ചെയ്യാൻ, അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഒരിക്കലും അതിനെ കെയർ ചെയ്യാനായിട്ട് പോകുന്നില്ല. അവർ പറയുന്ന ഒന്നും തന്നെ എനിക്ക് കേട്ടാലും ഒരു ചുക്കും ഇല്ല എന്നുള്ളതാണ് ആര് പറയുന്നത്, എൽസ പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയം എന്ന് പറയുന്നത്, ഈ ഒരു സോങ് എന്ന് പറയുന്നത് എൽസയുടെ തന്നെ ഒരു സെൽഫ് അക്സെപ്റ്റൻസിൻ്റെ, അല്ലെങ്കിൽ അവളുടെ തന്നെ ആ ഒരു ലിബറേഷൻ്റെ, അല്ലെങ്കിൽ അവളുടെ തന്നെ ആ ഒരു എംപവർമെൻറ്റിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു ഇതിൻ്റെ തീം തന്നെ എന്താണ്, എംബ്രൈസിങ് വൺ ട്രൂ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റിയെ നമ്മൾ കണ്ടെത്തുക. ഈ ഒരു പോയത്തിൽ നിന്ന്, ഈ ഒരു സോങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു തീമെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു സൊസൈറ്റിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കരുത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളൊരു എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള രീതിക്ക് വേണം നമ്മൾ ജീവിക്കേണ്ടത്. ലൈക്ക് ഹൂം, ലൈക്ക് എൽസ എങ്ങനെയാണോ ആ ഒരു സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷനിൽ നിന്ന് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവൾ അതിൽ നിന്നൊക്കെ പൊട്ടിച്ചിറങ്ങി വന്നത്, അതുപോലെ നമ്മളും എന്ത് ചെയ്യണം, നമ്മളും അതുപോലെ നമ്മുടേതായിട്ടുള്ള ട്രൂ ഐഡൻറ്റിറ്റി, നമ്മൾ പറയില്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എത്തിക്സ് വേണം, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ദി മോറൽ ഐഡിയൽ ഓഫ് ദിസ് സോങ് ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഫ്രോസൺ ഫിലിം കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഹോപ്പ് യു ഗെറ്റ് ദിസ് പോയിന്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.